മക്കളെ നമ്മുടെ പ്ലാന്റ് കിങ്ഡം ആൻഡ് ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന 2 ചാപ്റ്ററോണം എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പം ടോപ്പർ സീരീസിൽ നമ്മൾ ഏറ്റവും അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ടോപ്പർ സീരീസ്. അപ്പം നമുക്ക് ഈ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്, പിന്നെ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 60 മാർക്കിന്റെ ആണ്, 30 മാർക്ക് ബോട്ടണി, 30 മാർക്ക് സുവോളജി എന്നിങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാം വരാൻ പോകുന്നത്. പാറ്റേണിൽ ഇപ്പോഴും കൺഫ്യൂഷനുള്ള കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് മിസ് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പൊ പ്ലാന്റ് കിങ്ഡം ബയോളജി ക്ലാസിഫിക്കേഷൻ ഒരേപോലെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓരോ തരത്തിലും 1 വേർഡ് ഉള്ളിൽ നിന്ന് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കും നമ്മുടെ ചാനലിലെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കാണുക. ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ഈസ് അല്ലെ, ഫംഗയില് നമ്മൾ കാണാറുണ്ട്. ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഹൈഫൈ ആയിട്ടും കാണാം, അതുകൂടാതെ ഈ ഹൈഫൈസ് നെറ്റ്വർക്ക് ആയിട്ടും നമുക്ക് കാണാമെന്ന്. അതിനെ നമ്മൾ പറയുന്നതാണെന്ത്, മൈസീലിയം. അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, മൈസീലിയം എന്നാണ്. ഇനി നെയിം ദ യൂണിസെല്ലുലാർ ഫംഗസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ്. ബ്രെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഫംഗസിന് ചില യൂസ്ഫുൾ കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. അപ്പൊ അതിൽ വരുന്നതാണ് ഏത്, നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗസ്. അതെന്താണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ്. ഇനി ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. മഷ്റൂം എന്ന് പറയുന്നത് എന്താ, ഫംഗസ് ആണ്. ബ്രെഡ് മോൾഡ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. കോമൺ നെയിം തന്നിട്ടുണ്ട്, ഏതാണ് ഫംഗസ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. മഷ്റൂം ഏതിൽ വരുന്നതാണ്, അഗാരിക്കസ് ആണ്. ബ്രെഡ് മോൾഡോ, ബ്രെഡ് മോൾഡിന്റെ പേര് റൈസോപ്പസ് എന്നാണ്. റൈസോപ്പസ് എന്നാണ്. 2023 ക്വസ്റ്റ്യൻ ആണ്. നോസ്റ്റോക്ക് ആൻഡ് അനബീന ഹാവ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെട്രോസിസ്റ്റ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെൽ? നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ നോസ്റ്റോക്ക് ഒക്കെ വരച്ച സമയത്ത് ഇതുപോലെ ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു വരച്ചതാണ് നമ്മുടെ നോസ്റ്റോക്ക്. അപ്പൊ അതില് ഇവിടെ ഒരു പ്രത്യേക സെല്ലുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെയാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ഹെറ്ററോസിസ്റ്റ്. ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ് നോസ്റ്റോക്കിന്റെ. എന്താണ് അവരുടെ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നൈട്രജൻ ഫിക്സേഷൻ അല്ലെ. ഹെറ്ററോസിസ്റ്റ് ഹാസ് ദ എബിലിറ്റി ടു ഫിക്സ് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് സെല്ല്. ഇനി വൈറോയിഡും വൈറസും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, ഇതും പഠിക്കേണ്ടതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതുപോലത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. വൈറോയിഡ് എന്ന് പറഞ്ഞാൽ സ്മോളർ ദാൻ വൈറസസ് ആൻഡ് ലാക്ക് പ്രോട്ടീൻ കോട്ട്. പ്രത്യേകിച്ച് ഒരു പ്രോട്ടീൻ കോട്ട് ഒന്നുമില്ല വൈറോയിഡിന്. അവരെന്താണ്, വൈറസിനേക്കാൾ സ്മോളർ ആണ്. ജനറ്റിക് മെറ്റീരിയൽ ഫ്രീ RNA-യുമാണ്. വൈറസിലേക്ക് വരുമ്പോഴോ നോൺ സെല്ലുലാർ ആണ്. സെല്ലിന്റെ സ്ട്രക്ചർ ഒന്നുമില്ല. ഹാവ് എ പ്രോട്ടീൻ കോട്ട് അല്ലെ, ഒരു പ്രത്യേക പ്രോട്ടീൻ കോട്ട് ഉണ്ട്. അതിന്റെ ഉള്ളിലോ RNA അല്ലെങ്കിൽ DNA-യും ഉണ്ടാകും. അതാണ് എന്ത്, വൈറസസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ വൈറസും വൈറോയിഡും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പ്രയോൺസുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെക്ഷുവൽ സൈക്കിൾ ഇൻ കിങ്ഡം ഫംഗൈ? കിങ്ഡം ഫംഗൈന്റെ സെക്ഷുവൽ സൈക്കിൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ, മറന്നു പോകരുത്. ഒന്നാമത്തേത് പ്ലാസ്മോഗമി ഫ്യൂഷൻ ആണ് അല്ലെ. ആദ്യം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പ്ലാസ്മോഗമി അല്ലെങ്കിൽ പ്രൊട്ടോപ്ലാസ്റ്റിന്റെ ഫ്യൂഷൻ ആണ്. പിന്നെ കാരിയോഗമി, ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയ ആണ്. ദെൻ സൈഗോട്ടിക് മിയോസിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് സ്പോർസ്. എന്നാൽ ചില അസ്കോമൈസേഴ്സിലും ബെസിഡിയോമൈസേഴ്സിലും നമുക്ക് ഒരു ഇടയ്ക്കുള്ള ഒരു ഫേസ് കാണാം, അതാണ് ഡൈകാരിയോൺ ഫേസ്. ശരിക്കും ഈ 3 സ്റ്റേജ് ആണ് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മുടെ അസ്കോമൈസിസ് ബെസിഡിയോമൈസിസിൽ 2 ന്യൂക്ലിയ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. ഒരു സെല്ലിൽ 2 ന്യൂക്ലിയ ആയിട്ട് നിൽക്കുന്നത്. ഈ ഫേസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഡൈകാരിയോൺ ഫേസ് എന്ന് പറയുന്നത് ആണ്. ഡൈകാരിയോൺ എന്ന് പറയും. കാരിയോഗമിയിൽ നടക്കുന്ന ഒരു ഫേസ് ആണ്. Then, some symbiotic organism, very good pollution indicators composed of a chlorophyllous and a non-chlorophyllous member, describe them. ഇത് ആരെ പറ്റിയിട്ടാ പറയുന്നത്, ഒരു നമ്മള് ബയോളജി ക്ലാസിഫിക്കേഷനിൽ ലാസ്റ്റ് പഠിക്കുന്ന ആളാണ് അല്ലെ. യെസ്, നമ്മുടെ ലൈക്കൻ ആണ്. സിംബയോട്ടിക് കണക്ഷൻ വിത്ത് ആൽഗെ ആൻഡ് ഫംഗൈ ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആൽഗെ എന്ന് പറയുന്ന ക്ലോറോഫൈസി ആണ്, ഫംഗൈ അസ്കോമൈറ്റ്സ് ആണ്. ദേ ആർ മോസ്റ്റ് കോമൺ. ഇവരോ ക്ലീൻ പ്ലേസസിൽ വളരും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദേ ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇവര് പൊല്യൂട്ടഡ് ആയിട്ടുള്ളിടത്ത് വളരാത്തത് കൊണ്ട് തന്നെ ഇവരെന്താണ്, പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അവർ വളരാത്ത സ്ഥലം അല്ലെങ്കിൽ ഇവര് വളരാത്ത അല്ലെങ്കിൽ ഇവരെ നമ്മൾ കാണാത്ത സ്ഥലം എന്ന് പറയുന്ന പൊല്യൂഷൻ ഉള്ള സ്ഥലമായിരിക്കും. സോ കൺസിഡർ ദ കേസ് ഓഫ് ഇൻഡസ്ട്രിയൽ മെലാനിസം. അതൊക്കെ ഇതിൽ നമ്മൾ കണക്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ലൈക്കൻ ഇമ്പോർട്ടന്റ് ആണ്, സിംബിയോട്ടിക് അസോസിയേഷൻ ആണ്. സെലക്ട് ദ കറക്റ്റ് പെയർ. മെത്തനോജൻ, ഹാലോഫൈൽ, തെർമോ അസിഡോഫൈൽ, മൈക്കോപ്ലാസ്മ. നമുക്ക് മാച്ച് ചെയ്യാലോ. മെത്തനോജൻ മാർഷ് ഏരിയാസിലാണ്, ഹാലോഫൈൽസ് സോൾട്ട് ഏരിയാസിലാണ്, തെർമോ അസിഡോഫൈൽസ് ഹോട്ട് സ്പ്രിങ്സ് ആണ്, മൈക്കോപ്ലാസ്മ ദാറ്റ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ അല്ലെ. കിങ്ഡം മൊനീറയിൽ കാണുന്നതാണ്. ആൽഗൽ കമ്പോണന്റ് ഇൻ ദ ലൈക്കൻ, അതിനെ നമ്മൾ പറയുന്നത് ഫൈക്കോബയോണ്ട് എന്നാണ്. അതേസമയം ഫംഗൽ ആണെങ്കിലോ, ഫംഗൽ കമ്പോണന്റ്, ലൈക്കന്റെ ഫംഗൽ കമ്പോണന്റ് എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്.
വിച്ച് ആർ നൗ ദ ഫോളോയിങ് ഫീച്ചർ ആപ്ലിക്കബിൾ ഫോർ ബാക്ടീരിയോഫേജ്? ബാക്ടീരിയോഫേജിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ്. ബാക്ടീരിയൽ വൈറസസ് ആണ്. ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ. പ്രോട്ടീൻ കോട്ട് is called capsid. ഒന്നാമത്തെ കാര്യം ബാക്ടീരിയോഫേജ് എന്താണെന്ന് നമുക്കറിയാം. ബാക്ടീരിയനെ ബാധിക്കുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് നമുക്കറിയാം. പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്യാപ്സിഡ് ആണെന്ന് നമുക്കറിയാം. ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഏതാണ് വരുന്നത്? ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്? അതിൽ ചില കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ. ഇതും നിങ്ങൾക്ക് ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടി തരികയാണ്. കാരണം ഇത് പല സമയത്തായിട്ട് ചോദിക്കുന്നതാണ്. ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ക്യാപ്സിഡ് നമുക്കറിയാം. അത് കൂടാതെ ക്യാപ്സോമിയർ ചേർന്നിട്ടാണ് ക്യാപ്സിഡ് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരാളെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ അന്വേഷിച്ച് പോയിട്ട് ഈ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഓണപരീക്ഷയ്ക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ പ്ലാൻ കിങ്ഡത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ചോദ്യം ഇവിടെ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. റെഡ് ആൽഗെ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന സ്റ്റോർഡ് ഫുഡാണ് ഫ്ലോറഡൈൻ സ്റ്റാർച്ച്. ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോൾ മൈക്കോറൈസ നമുക്ക് കാണാം ജിംനോസ്പെർമില്. ടെറിഡോഫൈറ്റിലാണ് നമുക്ക് എന്ത് കാണുന്നത്? പ്രോതാലസ് കാണുന്നത്. ബ്രയോഫൈറ്റില് പ്രോട്ടോനിമ കാണാം അല്ലെ. യെസ്, ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് തരികയാണ്. അതായത് പ്ലാൻ കിങ്ഡത്തിലെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ ആൽഗേന്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നുണ്ട്. ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പെർമ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ബ്രയോഫൈറ്റിന് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ക്യാപ്ഷൻ കൊടുക്കാറുണ്ട് അല്ലെ. ബ്രയോഫൈറ്റ്സിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളതും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓണം എക്സാമിന് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.